നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ മാത്രം പോരല്ലോ, നമ്മുടെ സൂപ്പർ ജഡ്ജ് എന്തായാലും വേണം. സോ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എന്റെ സുഹൃത്തിനെയും നമ്മുടെ ഫാമിലി സൂപ്പർ ജഡ്ജിനെയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം മിയ. അപ്പൊ മിയ സെറ്റ് അല്ലേ? യെസ്. ഇന്നും നമ്മൾ ഒരുപാട് നല്ല പെർഫോമൻസുകൾ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. എക്സൈറ്റിംഗ് ആയിട്ട് എന്താണ് എന്ന പ്രതീക്ഷയോടെ പ്രേക്ഷകരും നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. മൂന്നാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. അപ്പോൾ ടീം സ്വരലയ, നിങ്ങളുടെ ഫാമിലി റൗണ്ടിൽ എന്ത് പെർഫോമൻസ് ആണ്? ഞങ്ങൾ ഇന്ന് കഥാപ്രസംഗമാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. എല്ലാരും ഒരുമിച്ച് ചേർന്ന് കഥാപ്രസംഗം. അപ്പൊ ഫുൾ സെറ്റ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവും ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ. സൂപ്പർ. അപ്പൊ വെൽക്കം. താങ്ക് യു. അഭിവാദ്യങ്ങൾ. ജന്മവാസനയെ സ്വന്തം ജീവിതം നൽകി പരിപോഷിപ്പിച്ച ചിത്രകാരനായിരുന്നു രാജാ രവിവർമ്മ. ഭാരതീയ ചിത്രകലയെ നവീനപൂർണമായ വഴിത്തിരിവിലേക്ക് നയിച്ച ആ മഹാനായ ചിത്രകാരന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത മറാഠി നോവലിസ്റ്റ് ശ്രീ രഞ്ജിത്ത് ദേശായി രചിച്ച രാജാ രവിവർമ്മ എന്ന നോവലിലെ ഒരു ഭാഗം ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. സുഗന്ധ. രവിവർമ്മ ചിത്രങ്ങൾക്കനുപമലാവണ്യ ലഹരി പകർന്ന സുഗന്ധ, ലഹരി പകർന്ന സുഗന്ധ. പഴയകാല ബോംബെയിലെ തിരക്കുള്ളൊരു പ്രദേശം. അവിടെ ചെറിയൊരു കുന്നിന്റെ മുകളിലായിരുന്നു വാലികേശ്വര ക്ഷേത്രം. നേരം പ്രഭാതം. ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങളുടെ വല്ലാത്ത തിരക്ക്. ദേ, ആ തിരക്കിൽ നിന്ന് മാറി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം അയാൾ ആരെ അന്വേഷിക്കുകയാണ്. അല്ല, ക്ഷേത്രഗോപുര വാതിൽ കടന്നു വരുന്നു അതിസുന്ദരിയായ ഒരു യുവതി. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചുപോയി. പാതിരാവിൽ പൂത്ത പനിനീർ പൂവോ, എത്ര ശ്രമിച്ചിട്ടും ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ അവളിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുന്നതേയില്ല. ഒരു പരപുരുഷൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവൾ പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പോയി. ഹേ മനുഷ്യ, നിങ്ങൾക്ക് എന്ത് വേണം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നും രാവിലെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിച്ചാൽ പോലീസിനെ ഏൽപ്പിക്കും ഞാൻ. അയ്യോ സുഗന്ധ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു ചിത്രകാരനാണ്. ദാ ഇത് നോക്കൂ. അദ്ദേഹം ഒരു ചിത്രം അവൾക്കു നേരെ നീട്ടി. അവളത് വാങ്ങി നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. എന്റെ ചിത്രം. അവൾ അത്ഭുതപ്പെട്ടു പോയി. ഭവതിയെ എന്റെ ഭാവനയിൽ കണ്ട് വരച്ചതാണ്. അങ്ങ് തിരുവിതാംകൂറിൽ കിളിമാനൂർ കൊട്ടാരമാണ് എന്റെ ജന്മഗൃഹം. പേര് രവിവർമ്മ. അയ്യോ ക്ഷമിക്കണം, ഞാനിങ്ങനെ തെറ്റിദ്ധരിച്ചു. എൻ്റെ പേര് സുഗന്ധ ഭായ്. എന്നാ ഞാൻ പോട്ടെ. അവൾ തിരിഞ്ഞടന്നു. രാത്രിയാണേ സുഗന്ധയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പൊറുതിയുണ്ടായില്ല രാവിലുമാ, തരുണിയെന്നുണ്ടില്ലുറങ്ങില്ല, നിനവും കിനാവും അഭിന്നമായി മനകർ കുഴങ്ങി വലഞ്ഞു ബാല. ഭാട്യ ബംഗ്ലാവ്. ഇവിടെയാണ് രവിവർമ്മ താമസിക്കുന്നത്. ആ ബംഗ്ലാവിന് മുന്നിൽ ഒരു കുതിരവണ്ടി വന്നു കഴിഞ്ഞു. അതിൽ നിന്നും സുഗന്ധ ഇറങ്ങി. കൂടെ ഒരു തോഴിയുമുണ്ട്. ബാലിക്കാർ അവരെ അകത്തേക്ക് ആനയിച്ചു. കോണിപ്പടികൾ ഇറങ്ങി വരുന്ന രവിവർമ്മയെ കണ്ട് സുഗന്ധ കൈകൾ കൂപ്പി. ആ, പോലീസിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ? പോലീസിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
പക്ഷതാ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് എനിക്ക് നൽകിയ ചിത്രം. എന്താ, ചിത്രം ഇഷ്ടമായില്ലേ? ചിത്രമൊക്കെ ഇഷ്ടമായി, പക്ഷേ പ്രതിഫലം കൂടാതെ ഞാനൊന്നും സ്വീകരിക്കാറില്ല. അങ്ങനെയെങ്കിലും സുഗന്ധ, എൻ്റെ മനസ്സിൽ നിരവധി പുരാണ കഥാ സന്ദർഭങ്ങളുണ്ട്. അവയൊക്കെ ക്യാൻവാസിലേക്ക് പകർത്തിയാൽ കൊള്ളാമെന്നുമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള മേനകയെ, രംഭയെ, ഉർവശിയെ, ശകുന്തളയെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ദൈവം ആ രൂപം നിങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ മാതൃകയാകുമെങ്കിൽ അവയൊക്കെ ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തും. അയ്യോ, എനിക്കതിന് സാധിക്കില്ല. ശുഭകാര്യങ്ങൾക്ക് ഞാൻ അനുയോജ്യല്ല. ഞാനൊരു വിധവയാണ്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഈ അലൗകികമായ സൗന്ദര്യം ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തും. അങ്ങനെ സുഗന്ധയെ മാതൃകയാക്കി നിരവധി പുരാണ കഥാസന്ദർഭങ്ങൾ രചിക്കപ്പെട്ടു. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും സുഗന്ധയുടെ ചിത്രങ്ങൾ ശ്രദ്ധയാകർഷിച്ചു. ബോംബെയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കാണാനെത്തിയത് ആയിരങ്ങളാണ്. ചില ദിവസങ്ങളിൽ ചിത്രരചന കഴിഞ്ഞ് സുഗന്ധ വീട്ടിലെത്തുമ്പോൾ രാത്രിയേറെയാകും. സുഗന്ധയുടെ ഈ വരവും പോക്കുമൊന്നും ചിത്രമ ബഗാഭായിക്ക് അത്രയും കൊണ്ട് രസിച്ചില്ല. സുഗന്ധ, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. എന്ത് പറയുന്നില്ല? പകല് മുഴുവൻ ചിത്രം വരാ. ഇപ്പോഴത്തെ രാത്രിയിലും ആ രഘു ഇവിടെ വന്നിരുന്നു. അവൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ. നാട്ടിലിപ്പോ നിന്റെ ചിത്രങ്ങളെ കുറിച്ചാ സംസാരം. ഒരെണ്ണം ഞാനും കണ്ടു. ഹോ, ലജ്ജ അവനടി നിനക്ക്. ചിറ്റമ്മയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. ഒരു ദിവസം രവിവർമ്മ തൻ്റെ ചിത്രശാലയിൽ ചിത്രരചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ രാമവർമ്മ ധൃതിയിൽ അവിടേക്ക് കടന്നു വന്നത്. അവൻ്റെ കയ്യിൽ ഒരു കടലാസമുണ്ട്. ചേട്ടാ, ഇത് കണ്ടോ? കോടതിയിൽ നിന്നും ചേട്ടനെതിരുള്ള ഒരു നോട്ടീസ്. കോടതിയിൽ നിന്നോ? എനിക്കെതിരെയോ? എന്തു പറഞ്ഞിട്ട്? ചേട്ടൻ ദേവീ ദേവന്മാരുടെ നഗ്നചിത്രങ്ങൾ വരച്ചെന്ന്, എല്ലായിടത്തും എത്തിച്ച് അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന്, ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന്. ഇത് എനിക്കെതിരെയുള്ള വെല്ലുവിളിയല്ല, കലയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. കല ഒരിക്കലും പാപിയാകുന്നില്ല, അതെപ്പോഴും പവിത്രമായിരിക്കും. രവിവർമ്മയുടെ കൈകൾ ഒരു അനീതിക്ക് മുന്നിലും തളർന്നിട്ടില്ല. രവിവർമ്മ കോടതിയിൽ സ്വയം കേസ് വാദിക്കാൻ തീരുമാനിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയും മറ്റുള്ള നേതാക്കളും രവിവർമ്മയ്ക്കൊപ്പം നിന്നു. പക്ഷേ ചില വർഗീയവാദികൾ ഉറഞ്ഞുതുള്ളി. മതതീവ്രവാദികൾ ഇളകി, ഭാരതമാകെ ഇളകി, വർഗീയ വിദ്വേഷമാളിപ്പടർത്തി, രക്തരക്ഷസുകളാടി, രക്തരക്ഷസുകളാടി. ഗിർഗാബിലെ കോടതി. മിസ്റ്റർ രവിവർമ്മ, താങ്കൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ കോടതി മുമ്പാകെ ബോധിപ്പിക്കാം. രവിവർമ്മ കോടതിയെ വണങ്ങി. ബഹുമാനപ്പെട്ട ന്യായാധിപ മഹാശയ, ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെ, എനിക്കിതിനെക്കുറിച്ച് ഒന്നേ പറയുവാനുള്ളൂ. ദൈവം ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഉടമസ്ഥതയിൽ ഉള്ളതല്ല. ജാതി മാമൂലുകൾ കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത സാധാരണ ജനങ്ങൾക്ക് എൻ്റെ ചിത്രങ്ങൾ വഴി ദർശനം സാധ്യമായാൽ ഞാൻ സന്തുഷ്ടനായി. ചിത്രകലയിൽ ശ്ലീലം അശ്ലീലം എന്നതൊന്നുമില്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നിന്നെടുത്തിട്ടുള്ള കഥാസന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ളവരുടെ അന്ധമായ കണ്ണുകളോട് നോക്കുമ്പോഴാണ് ചിത്രം അശ്ലീലമായി തോന്നുന്നത്. അശ്ലീലം അത് നോക്കുന്നവന്റെ മനസ്സിലാണ് ഒളിച്ചിരിക്കുന്നത്. രവിവർമ്മ കോടതിയിൽ സുദീർഘമായി വാദിച്ചു. ഇതെല്ലാം കേട്ട് കോടതി നിശബ്ദമായി. സുഗന്ധ വീട്ടിൽ ദുഃഖിതയായിരിക്കുകയാണ്. ആ രഘു ചിറ്റമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്ന് വിധി വരും. ആ ചിത്രകാരന് ശിക്ഷ ഉറപ്പാ. അയാളത് അനുഭവിക്കുക തന്നെ വേണം. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. ആ കിടക്കയിലേക്ക് അവൾ വീണു. അവിടെ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. കോടതി വിധി വന്നു. രവിവർമ്മയെ കോടതി വെറുതെ വിട്ടു. ഈ സന്തോഷ വാർത്ത ആദ്യം തന്നെ സുഗന്ധയെ അറിയിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം സുഗന്ധയുടെ വീടിന് മുന്നിലെത്തി. അവിടെ ഒരാൾക്കൂട്ടം. എന്താ, എന്തുപറ്റി? സുഗന്ധ എവിടെ? മഹാരാജൻ, അങ്ങേക്ക് ശിക്ഷ കിട്ടുമെന്ന് കരുതി
അങ്ങേക്ക് അപമാനമാകുമെന്ന് കരുതി എന്റെ മോൾ വിഷം കഴിച്ചു. രവിവർമ്മ അകത്തേക്കോടി. അതാ ആ കട്ടിൽ സുഗന്ധ കിടക്കുന്നു. ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ആ കട്ടിലിരുന്നു. സുഗന്ധ, കണ്ണു തുറക്കൂ സുഗന്ധ, കണ്ണു തുറക്ക്. അവൾ മെല്ലെ കണ്ണു തുറന്നു. സുഗന്ധ, കോടതി എന്നെ വെറുതെ വിട്ടു. ഈ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ നീ മഹാരാജൻ, അങ്ങ് വലിയവനാണ്, ലോകമറിയുന്ന ഒരു കലാകാരനാണ്. അങ്ങയുടെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് താങ്ങാനായില്ല. ഈ സമൂഹം എനിക്കിരുന്ന അപമാനം എനിക്ക് സഹിക്കാനായില്ല. രവിവർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുനീർ തുള്ളികൾ സുഗന്ധയുടെ മുഖത്ത് പതിച്ചു. അയ്യോ, അങ്ങ് എനിക്ക് വേണ്ടി കരയുന്നു. അരുത്, കരയരുത്. എനിക്ക് സന്തോഷമായി. അങ്ങനെ കാണാൻ വന്നല്ലോ. എനിക്കത് മതി. എന്റെ ഈ ജന്മം സഫലമായി. എനിക്ക് സന്തോഷമായി. ഞാൻ പോട്ടെ. ആ ശബ്ദം നിലച്ചു. അടുത്തിരുന്ന ഡോക്ടർ പുതപ്പ് വലിച്ച് മുഖം മറച്ചിട്ടു. അതാ അങ്ങകലെ ഒരു ചിത കത്തിയിരിക്കുന്നത് നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ് രവിവർമ്മ. പ്രിയമുള്ളവരെ, മതതീവ്രവാദത്തിന് അടിമപ്പെടാത്ത ഒരു രക്തസാക്ഷി കൂടി സുഗന്ധ. മാനവ സ്നേഹത്തിന്റെ, വിശ്വസാഹോദര്യത്തിന്റെ ഉറവകൾ വറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ആർഷഭാരതത്തിന്റെ സന്ദേശം നമുക്ക് ഏറ്റുചൊല്ലാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. മിയക്ക് എന്ത് തോന്നുന്നു കഥാപ്രസംഗം പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം? കുറേ വർഷങ്ങളായി കഥാപ്രസംഗം ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ ഓൾ ടുഗെദർ എല്ലാരും കൂടെ നിന്ന് നല്ലൊരു സ്റ്റോറി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യാരക്ടർ രാജാ രവിവർമ്മ. അപ്പൊ ഇങ്ങനെ ഒരു സുഗന്ധ എന്ന് പറയുന്ന ഒരു കഥ എനിക്കറിയില്ല. എനിക്കറിയില്ല. വളരെ നന്നായിട്ട് പറഞ്ഞു, നന്നായി പാടുന്നുണ്ട്. നല്ലൊരു കഥയും. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു.